ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഈ ഒരു വില്ലേജ് നൈസായിട്ട് നമ്മളങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ്. ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത് സെറ്റാക്കാൻ പോവാണ്. ഗൈസ് വെയിറ്റ്, നമ്മൾ ഈ കാണുന്ന വില്ലേജ് ഫുള്ള് ട്രാൻസ്ഫോം ചെയ്ത് എല്ലാ വീടും നമ്മൾ വേറെ വേറെ രീതിയിലാക്കാൻ പോവാണ്. ആൻഡ് ഇതിൻ്റെ റൂഫ് നമ്മൾ ഡീപ്പ് സ്ലേറ്റും നമ്മളെ മഡ് ബ്രിക്സും സ്പ്രൂസും ഒക്കെ ആക്കി മാറ്റാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഈ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് എസെൻഷ്യലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതായത് നമ്മളെ വുഡ്, അതുപോലെ ഡീപ്പ് സ്ലേറ്റ്, നമ്മളെ മഡ് ബ്രിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വരാം. ഇപ്പോൾ ഏകദേശം നമുക്ക് ആവശ്യത്തിൻ്റെ വുഡ് ആയിട്ട് നമ്മൾ ഇത് കൊണ്ട് നമുക്ക് നേരെ ബേസിക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മഡ് ബ്രിക്സ് ഉണ്ടാക്കാം. മഡ് ബ്രിക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സാൻഡ് ഉരുക്കിയിട്ട് നമുക്ക് ബോട്ടിലാക്കിയിട്ട് വേണം ഡർട്ടിനെ മഡാക്കിയിട്ട് നമുക്ക് ബ്രിക്സ് ആക്കി മാറ്റാനായിട്ട്. വാട്ടർ ബക്കറ്റ് ഇവിടെ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലേക്ക് നമ്മൾ വെള്ളം നിറക്കുക. എന്നിട്ട് നമ്മൾ ഡർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഡർട്ട് മഡാവണത്. ആൻഡ് നമുക്ക് കുറച്ച് ആൻഡസൈറ്റും കൂടി വേണം. നമുക്ക് ഇവിടുന്നേലൊക്കെ കുറച്ച് ആൻഡസൈറ്റ് മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ കൈസ് നമ്മുടെ അടുത്തുള്ള വുഡ് വെച്ചിട്ട് നമ്മൾ നൈസിലായിട്ട് ഈ ഒരു വീട് ഫസ്റ്റ് തന്നെ നമ്മളങ്ങ് ഉണ്ടാക്കാൻ പോവാണ്. ആൻഡ് ഇത് പില്ലറൊക്കെ വെച്ച് നമ്മൾ ബൾക്കിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമുക്ക് ഈ വീട് നൈസിലായിട്ട് നമുക്ക് പൊളിച്ച് മാറ്റാം. എന്ന് തന്നെ നമുക്ക് നമ്മളെ ഡിസൈനും കാര്യങ്ങൾ സെറ്റാക്കി വെക്കാം. നമ്മളെ കോബിൾ സ്റ്റോൺ, നമ്മളെ ആൻഡസൈറ്റ്, നമ്മളെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ കഴിച്ച് നമ്മളെല്ലാം പൊളിച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലെ വാൾസും റൂഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. നമ്മളടിയിൽ സ്റ്റോൺ ബ്രിക്സ് ഒക്കെ വെച്ച് നൈസിൽ ഇതേപോലത്തെ ഒരു പാറ്റേണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പാറ്റേൺ അല്ല, ജസ്റ്റ് ഒരു വെറുതെ റഫായിട്ട് അവിടെ ഇങ്ങനെ വെക്കുന്ന ഒരു ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ചെയ്യുന്നത്. നമ്മൾ സ്റ്റോൺ ബ്രിക്സും ആൻഡസൈറ്റും കോബിൾ സ്റ്റോണും യൂസ് ചെയ്തിട്ടാണ് വാൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ കഴിച്ച് നമ്മൾ നൈസിൽ നമ്മളെ ബിൽഡ് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ വാളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഈ വാളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നൈസായിട്ട് റൂഫും കാര്യങ്ങളൊക്കെ വെക്കാം. റൂഫ് നമ്മൾ സ്റ്റേഴ്സ് വെച്ചിട്ടാണ് ചെയ്യണത്. സ്പ്രൂസിൻ്റെ സ്റ്റേഴ്സും കണ്ട് രണ്ടായിട്ട് മിക്സ് ആക്കിയിട്ടാണ് ചെയ്യണത്. നമ്മൾ റൂഫ് ഫസ്റ്റ് ഇതേപോലത്തെ ഒരു സംഭവം രണ്ട് സൈഡിൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ സ്പ്രൂസിൻ്റെ സ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡീപ് സ്ലേറ്റിൻ്റെ സ്റ്റേഴ്സോ അല്ലെങ്കിൽ മഡ് ബ്രിക്സിൻ്റെ സ്റ്റേഴ്സോ അതേപോലെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പോൾ നമ്മൾ നൈസിൽ സംഭവം എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ സ്പ്രൂസിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വെച്ച് മുകളിൽ റൂഫ് സെറ്റാക്കിയിട്ട് നമ്മൾ ഉള്ളിൽ ബെഡും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം. അങ്ങനെ അതും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ഈ ഫസ്റ്റത്തെ ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ കുറേ ബിൽഡ് നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ നമ്മൾ നൈസിൽ ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രയും സെറ്റാക്കി നമ്മൾ ബേസിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു മഡ് ബ്രിക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ ഇതിനും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ടെക്സ്ചർ പോലത്തെ ടെക്സ്ചറിങ് കൊടുക്കണ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ചെയ്തതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ആ സ്റ്റേജൊക്കെ പൊളിച്ചിട്ട് അവിടെ ഒരു സോളിഡ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മളെ ഡീപ്പ് സൈഡ് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ റിപ്പീറ്റ് ചെയ്യണം. ചെറിയ വീട് സെയിം രീതിയിലാവും. പക്ഷേ ഇതേപോലത്തെ ഡബിൾ ഡെക്കർ വീടോ 2 സ്റ്റോറി ഹൗസോ അല്ലെങ്കിൽ അതേപോലത്തെ വീടുകളൊക്കെ നമ്മൾ വേറെ വേറെ രീതിയിലാണ് ചെയ്യാൻ പോണേ. അതായത് കുറച്ച് ഹൈറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. പക്ഷേ നമുക്കിനി ഫുള്ള് വീടും അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ നൈസിലെല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ ബിൽഡിങ്ങും നമ്മൾ ബിൽഡ് തീർത്തിട്ടുണ്ട്. ഇവിടെ കുറേ ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ കുറേ ബിൽഡിംഗ് ഉണ്ട്. എല്ലാം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വില്ലേജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയുണ്ട്. കംപ്ലീറ്റ് ആക്കി എല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ടൈം കൊണ്ട് നമുക്ക് 104 days കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീടൊക്കെ ചെയ്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇതേപോലത്തെ വീടൊക്കെ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതേപോലത്തെ വീടൊക്കെ ഉണ്ടോ, ഈ വീടൊക്കെ ഇങ്ങനെയാണുള്ളത്. ഇതിലുള്ളൊക്കെ അതേപോലെ തന്നെ ബട്ട് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ പോലെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ വെക്കാണ്ട്. പിന്നെ നമുക്കിവിടെ കുറച്ച് ലീഫും കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ പാത്തിൽ ലീഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീടിൻ്റെ സൈഡിലും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ലീഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാം. നമുക്ക് കുറച്ച് ഷീയേഴ്സ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ലീഫ് എടുക്കാം. നമുക്ക് ഈ ലീഫ് ഈ കാണുന്ന എല്ലാ ബിൽഡിങ്ങിലും നമുക്ക് അങ്ങ് പ്ലേസ് ചെയ്യാം. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ ഗ്രാസും ലീഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അടുത്ത കണ്ടൻറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്.